ഒരു വാക്കല്ലേ അറിയത്തുള്ളൂ. തരാം. തന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ തരാം. നമ്മള് പിന്നെ ഒരു കാര്യം അറിഞ്ഞ. ഹലോ, ഒരു കാര്യം അറിഞ്ഞ. എന്തോന്ന് കാര്യം? പ്രകാശ് സാർ ഡയറക്ടർ ആവാൻ പോകുന്നു. എന്ത് ഡയറക്ടർ? സീരിയൽ, TV സീരിയലിന്റെ ഡയറക്ടർ. അടുത്ത ആഴ്ച TV സീരിയൽ ചെയ്യാൻ പോവല്ലേ? വാ, സത്യം. ഞാൻ എന്തിനു നിങ്ങളോട് പൈസ തരാതിരിക്കാനുള്ള വഴി നീ എന്റെ അടുത്ത് വേണ്ട. അതല്ലെന്ന്, നിങ്ങൾ ഈ സിനിമയിൽ സീരിയൽ മോഹം കാണിക്കുന്നതിന് വേണ്ടി പൈസ കുറെ കളഞ്ഞതല്ലേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ, ഒരു സ്നേഹത്തിന്റെ പുറത്ത്. പിന്നെ ഒരു ഉഗ്രം വേഷം വച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ത്രൂ ഔട്ട് വേഷം തന്നെ. ത്രൂ ഔട്ട് വേഷം കിട്ടണമെങ്കിലേ തുട്ടെറിയണം. തുട്ടിന്റെ വലിപ്പം അനുസരിച്ച് സീനിന്റെ എണ്ണം കൂടും. കാശ് ഞാൻ തരാം, പക്ഷെ ആരെ പിടിക്കണം? ആരും പിടിക്കണ്ട, എന്നെ വന്ന് കണ്ടാ മതി. വിത്ത് ഡീറ്റെയിൽ ബിൽ നോക്കിയോ. നായകൻ 10 രൂപ, സന്തോഷിക്കേണ്ട 10, വെറും 10 അല്ല 10,000 രൂപ. വില്ലൻ 8,000, ഉപനായകൻ 7,500, ഇടത്തര ഉപനായകൻ 6,500, കോമഡി 6,000 രൂപ, അല്ലറ ചില്ലറ വേഷങ്ങൾ 3,000 രൂപ. എന്താ സാറേ സുഖമാണോ എന്ന് ചോദിക്കുന്നതിന് 150 രൂപ. കട്ടൻ ചായം പരിപ്പോടെ ഉണ്ടേ. അടുത്ത് ചെറിയ ചെറിയ തുണ്ട് വേഷങ്ങൾ 250 രൂപ. അത് പോരണ്ണ, അത് വേണ്ടല്ലേ. പാർക്കിൽ സല്ലപിച്ചുകൊണ്ടിരിക്കുന്ന കാമുകിയുടെയും കാമുകന്റെയും ഇടയിലൂടെ നുഴഞ്ഞു കയറി ക്യാമറയിൽ നോക്കി ചിരിക്കുന്നതിന് 150 രൂപ എനിക്ക് തരണം, 100 രൂപ ക്യാമറാമാൻ കൊടുക്കണം. അങ്ങനെ 250 രൂപ. ഏത് വേണം പറ. തീരെ കുറയ്ക്കണ്ട, നമുക്ക് 6,000-ന്റേത് ഫിക്സ് ചെയ്യാം. ശരി, അപ്പൊ ഫിക്സ് ചെയ്തിരിക്കുന്നു. 6,000-ന്റെ കോമഡി ഫിക്സ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇത് ഞാൻ വേറെ ആരെ ഏൽപ്പിക്കൂലേ? ഏൽപ്പിക്കരുത്. അഡ്വാൻസ് വല്ലതും? അതൊക്കെ ഞാൻ തരം പോലെ വന്ന് വാങ്ങിച്ചോളാം. ഈ 6,000 രൂപ കൊടുത്ത് ഈ വേഷം എടുത്ത് അഭിനയിച്ചു കഴിഞ്ഞാ ചേട്ട സ്റ്റാർ ആയി കഴിഞ്ഞാ പിന്നെ ചേട്ട ആരാ? കിടിലോ ഇല്ലേ? കിടിലോ. ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. ആഹാ, ഇത് കൊള്ളാലോ. ഇത് എന്തോന്നുവാ? പബ്ലിക് റോഡ് പോലെ വണ്ടി ഓടിച്ച് കയറ്റുന്നത്. ഇത് ആരുടെ വീടാണെന്ന് അറിയാമോ? CA പ്രകാശ് സാറിന്റെ വീടാ. നോക്കല്ലേ മണിയനെ, എങ്ങനെ തുറച്ചു നോക്കല്ലേ. മണിയെ പേടിച്ചു. പ്രകാശ് കുമാറിനെ ഒന്ന് വിളിക്കേ. എങ്ങനെ 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 പ്രകാശ് കുമാറിനെ വിളിക്കാനാ? അണ്ണന്റെ മടിയിരുത്തിയാണ് പ്രകാശ് കുമാർ സാറിന്റെ പേരിട്ടത്. അണ്ണാ ഷേപ്പുകൾ മാറുവേ. സിനിമാ നടൻ ജയം പറയും പോലെ പല്ലിന്റെ എണ്ണ കുറയും, എല്ലിന്റെ എണ്ണ കൂടും. ചേച്ചി, ഞാൻ ചേച്ചിയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രകാശ് കുമാർ സാറിനെ ഇങ്ങനെ സോഷ്യലിസം കാണിക്കാൻ വിടല്ലേ എന്ന്. ഇപ്പൊ കണ്ടില്ലേ, വഴിയെ പോണവനും വരണവനും ഒക്കെ പേര് നാളും വെച്ചങ്ങ് ഇടിച്ച് കയറേണ്. ആരാ? എന്താ വേണ്ടത്? പ്രകാശ് കുമാറിനെ ഒന്ന് വിളിക്കൂ. അതാ വീണ്ടും പിന്നെ ഇയാള് എന്റെ കയ്യിൽ നിന്ന് വല്ലത് വാങ്ങിച്ച് കെട്ടും. എന്റെ സാറിന്റെ പേര് പറഞ്ഞ് വിളിക്കാൻ ഞാൻ ആരെ സമ്മതിക്കില്ല. എടുത്തോണ്ട് പോവാ തന്റെ വണ്ടി. എന്താ ഇവിടെ? അല്ല സാറേ, ഒരു ലൈസൻസും ഇല്ലാതെ വണ്ടി ഓടിച്ചു കയറ്റിയാണ് ഇയാള്. വരണം സാർ, അകത്തോട്ടിരിക്കുക. എന്നെ അറസ്റ്റ് ചെയ്യൂ സാർ, പ്ലീസ്. എന്നെ അറസ്റ്റ് ചെയ്യൂ. എനിക്കറിയില്ലായിരുന്നു DYSP ആണെന്ന്. പ്ലീസ് സാർ, സാർ അറസ്റ്റ് ചെയ്യൂ. എന്താ അമാന്തിക്കുന്നത്? എന്റെ കാര്യത്തിൽ നിന്ന് തീരുമാനമായി. സാർ ഇരുന്നാട്ടെ. എന്നെ ഇരുത്താനൊന്നും നോക്കണ്ട. ഡിപ്പാർട്ട്മെന്റിൽ എനിക്കുള്ള സൽപ്പേര് താനായിട്ട് കളഞ്ഞു. എടോ, അഭിനയിക്കാൻ വേണ്ടി ഞാൻ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചു. വീട്ടുകാരെ നാട്ടുകാരെ മൊത്തം അറിയിച്ചു. തനിക്കറിയാവോ, രാത്രി 10 മണിക്ക് വീട്ടിൽ ചെന്ന് കയറിയാ പിന്നെ വെളുക്കുന്നവരെ റിഹേഴ്സലാ. റിഹേഴ്സലോടെ റിഹേഴ്സൽ. എടോ, ഞാൻ ആ കഥാപാത്രമായി ജീവിക്കാടോ. അയ്യോ സാർ, ഒന്നും പറയണ്ട. ഈ ഇടത്താവളത്തിൽ ഞാനല്പം വിശ്രമിച്ചോട്ടെ എന്ന ആ ഡയലോഗില്ലേ, ഞാനിപ്പോ സെക്കൻഡിൽ 60 പ്രാവശ്യം വെച്ച് പറഞ്ഞോണ്ടിരിക്കുക മനസ്സിൽ. ക്ലൈമാക്സ് ഡയലോഗേ. സാർ, അതെ, ചേട്ടൻ കുറച്ച് ദിവസം സ്ഥലത്തിലായിരുന്നതുകൊണ്ടാ ഷൂട്ടിംഗ് മുടങ്ങിയത്. അത് തന്നെ സാർ. സത്യം പറഞ്ഞ സാറിന് വേണ്ടി ഞാൻ മോൾഡ് ചെയ്തതാണ്. എന്തോന്ന്? അല്ല, മോൾഡ് ചെയ്തൊരു കഥാപാത്രമാണ്. അതായത് സാറിന്റെ മോഡലേഷൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഡയലോഗ് ഓരോന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഇടത്താവളത്തിൽ ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ. സാറൊന്ന് പറഞ്ഞു നോക്കണം. കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഈ ഇടത്താവളത്തിൽ ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ. അയ്യോ, അങ്ങനെയല്ല സാർ. സാറ് നായകന്റെ അമ്മാവനാണല്ലോ. ആ ഒരു ഫീലിങ്സ് മനസ്സിലോട്ട് ആവാഹിക്കണം. സമൂഹത്തിനാണ് നമ്മുടെ ചോദ്യം. ഈ ഇടത്താവളത്തിൽ ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി. ഈ ഇടത്തവളയിൽ അഭിനയിപ്പിക്കുന്നൊക്കെ അങ്ങ് ലൊക്കേഷനിൽ. എന്ന് ഷൂട്ടിംഗ് തുടങ്ങും അത് പറ. ബന്ധുക്കളെയും കൂട്ടുകാരെ ഒളിച്ചു നടന്നിട്ട് ഞാൻ മടുത്തു.
വേണ്ട സാർ. സാർ ഇനി ഒന്നും ഒളിക്കണ്ട. ഉടൻ ഷൂട്ടിംഗ് തുടങ്ങും സാർ. ഉടൻ എന്ന് വെച്ചാൽ എന്ന്? ഉടൻ എന്ന് വെച്ചാൽ ഉടൻ സാർ. ഓക്കെ, 5 ദിവസം ഞാൻ പ്രതീക്ഷിക്കും. അതിനുള്ളിൽ ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ വില്ലന്റെ റോളിലായിരിക്കും അഭിനയിക്കുന്നത്. താൻ തെക്ക് വടക്ക് ട്രാൻസ്ഫറായി നടക്കേണ്ടി വരും, അല്ല ഓടേണ്ടി വരും. സാർ എന്താ ചേട്ടാ വീട്ടിൽ നിന്ന നിപ്പി ചേട്ടനെ കണ്ടില്ല. ഒരു വിറയില്, കാലിന്ന് വിറവറാന്നൊരു വിറയില്. തൊട്ടടുത്ത അമ്പലമുള്ള അല്ലേ, വന്ന് തൊഴുതിട്ട് പോവാന്ന് കരുതി. എന്താ ചേട്ടാ കാര്യം? ധൈര്യം കിട്ടുന്നില്ല. കണ്ണടച്ചാ കാണുന്നത് യൂണിറ്റ് വണ്ടിയാ, ക്യാമറയാണ്, ക്യാമറമാന്റെ മുഖമാണ്, അസോസിയേറ്റ് ഡയറക്ടറിന്റെ മുഖം, പ്രൊഡ്യൂസറിന്റെ മുഖം, നായകന്റെ നായികയുടെ മുഖം. വേണ്ട സുമേ, എനിക്ക് ഡയറക്ടർ ആവണ്ട. ദേ ചേട്ടാ എന്നെ നാണം കെടുത്തരുത്. ഡയറക്ടറുടെ ഭാര്യ എന്നാ കോളനി മുഴുവൻ ഇപ്പൊ എന്നെ വിളിക്കുന്നത്. ചാൻസ് ചോദിച്ച് എന്റെ പിറകെയും പെണ്ണുങ്ങൾ നടക്കുക. അയ്യോ എന്റെ സാറേ, പോലീസ് വകുപ്പിന് എന്നെ ഇത് നാണക്കേടാവും. എന്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ആരോട് പറയാ? അത് എന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരു ഡയറക്ടർക്ക് മാത്രമേ മനസ്സിലാവൂ. ദേ, എനിക്ക് കുറച്ച് വെള്ളം വേണം. ദേ ചേട്ടാ പതറരുത്. നാളത്തെ സൂര്യൻ ഉദിക്കാൻ കുറച്ചു നേരം കൂടെ ഉള്ളൂ. അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ വ്യാടി. ദൈവമേ, സൂര്യൻ കുറെ ദിവസത്തേക്ക് ഉദിക്കാതിരുന്നിരുന്നെങ്കിൽ. എന്റെ സാറേ, പണ്ട് കുരുക്ഷേത്ര യുദ്ധത്തില് അർജുനന് ഇതുപോലൊരു അവസ്ഥയിലായിരുന്നു. പക്ഷെ പിന്നീട് കൃഷ്ണൻ ഉപദേശിച്ചു. പുരാണമൊക്കെ എനിക്ക് അറിയാടെ. പക്ഷെ ഒരു കാര്യം ചേട്ടൻ മറന്നു പോകുന്നു. ഒരു ഡയറക്ടർ എന്ന് വെച്ചാ ആരോടും തട്ടിക്കയറാൻ സ്വാതന്ത്ര്യമുള്ള ആളാ. ചൂടാകാം, വഴക്ക് പറയാം, ഫീൽഡിൽ നിന്ന് മാറി നിൽക്കടാ എന്നൊക്കെ ബഹളം കൂട്ടാം. അതൊരു വലിയ ശക്തിയാണ്. ആ ശക്തി സാറൊന്നും മനസ്സിൽ കണ്ട ഈ പേടിയൊക്കെ താനെ മാറും. എന്റെ സാറേ, കവിത എന്തെന്ന് അറിഞ്ഞൂടാത്ത ആള് കവിയും അനുയായി പോലും ആകാൻ യോഗ്യതയില്ലാത്തവൻ നേതാവുമാകുന്ന നാടാണിത്. സാറിന് ധൈര്യമായിട്ട് ഡയറക്ടർ ആവാം. അപ്പൊ ആരെയും തെറി വിളിക്കാം, ആരോടും ചൂടാവാം അല്ലേ? പിന്നല്ലാതെ. ഇപ്പോ എനിക്കൊരു ധൈര്യം കിട്ടിയതുപോലെ. ഓക്കെ, സ്റ്റാർട്ട് ക്യാമറ. ചേച്ചി, ഈ വരുന്നതാണ് നായകൻ. വെയിറ്റ് ഇട്ടിരുന്നോ? നമസ്കാരം സാർ. ഇപ്പോഴത്തെ വിസറിക്കുന്ന കാറ്റത്ര പോരെ. ഇതാണോ നായിക? ഞാൻ ആർട്ടിസ്റ്റ് അല്ല, ഡയറക്ടറുടെ ഭാര്യ. പിന്നെ ചേച്ചി, എന്തുവാ? നമ്മുടെ ബിന്ദുറാണി ഞാൻ കട്ട് ചെയ്ത്. അവക്ക് ഐശ്വര്യ റായേക്കാളും പൈസ വേണോ? അഹങ്കാരി. പിന്നെ ഇന്ന് പുതിയ ഹീറോയിൻ ഇറങ്ങും. ചേച്ചി കണ്ടോ? അപ്പോ ഇടിവെട്ടല്ലേ. അതെ, അവരെല്ലാരും വരുമ്പോ നമ്മൾ കളർഫുൾ ആയിരിക്കണം. ചേച്ചി മേക്കപ്പ് കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. നീ വാ. മേക്കപ്പ് ഇടട്ടെ സാർ? കുറച്ച് കഴിയട്ടെ. ഓ, ഫുഡ് റെഡിയല്ലേ? റെഡിയാണ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ സീനൊന്ന് വായിക്കാം ആദ്യം മുതൽ. വായിക്കാം. അതിനു മുമ്പേ എന്താണ് ബാനർ? സാർ അത് വാൽമാക്രി ക്രിയേഷൻ. ടൈറ്റിൽ എന്താ? പിച്ചക്കാരൻ. വായിക്കല്ലോ സാർ. വായിക്ക്. ഹൃദയത്തിൽ ആകെ 4 അറകളാണുള്ളത്. നിർത്ത്. 5-6 അറകളുണ്ട്. ശരി, ഹൃദയത്തിൽ 5-6 അറകളാണുള്ളത്. അതിൽ ഓരോ അറയിലും എന്റെ സ്വന്തം മനുവേട്ടനാ. ആരാ മനുവേട്ടൻ? അത് സാർ ഇതിൽ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേരാ, ഓ, മനുവേട്ടൻ. ബാക്കി വായിക്കാം സാർ. നമുക്ക് 2 ആൾക്കും കൂടി ഒരു യുഗ്മഗാനവും പാടി ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടാം. ഒളിച്ചോടാനോ? എങ്ങോട്ട് ഒളിച്ചോടാൻ? അത് നമുക്ക് ദുബായിലേക്കാവും സാർ. അത് വേണ്ട, മലേഷ്യ മതി. ഞാൻ അവിടെ പോയിട്ടില്ല. പ്രൊഡ്യൂസറോട് പറഞ്ഞേക്കണേ. ശരി, പറഞ്ഞേക്കാം സാർ. ഇവിടെ വിസറിയൊന്നുമില്ലടേ. മോനെ മേക്കപ്പ്. ഞാൻ ബാക്കി വായിക്കാം സാർ.
സാർ റെഡിയല്ലേ? ആര് റെഡി? എന്ത് റെഡി? അല്ല സാർ റെഡിയല്ലേ എന്ന്. ഞാൻ റെഡിയാണെന്ന് തോന്നുന്നു. സാർ ഇതാണ് ഏത്? സീൻ. ഇങ്ങോട്ട് മാറ്. പ്രകാശേട്ടാ, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം. വെള്ളമുണ്ട്. അയ്യോ, വെള്ളമുണ്ടും തോർത്തും ഒന്നും വേണ്ട. കുടിക്കാൻ എന്തെങ്കിലും തണുത്ത് വേണം. നെഞ്ചിനകത്ത് കല്ല് കയറ്റി വെച്ചതുപോലെ. മാമ, എന്റെ റോൾ എപ്പോ വരും? സുവർണലതേ, ഓ സുവർണലതേ, നിന്റെ റോളർ വരും, ഒന്ന് ക്ഷമീര്. മണിയണ്ണനെ അഭിനയിക്കുന്ന എവളെ ഇന്ന് അയ്യോ അതെ, ഞാനിപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സുവർണലതേ. ഓ സാർ റെഡിയല്ലേ സാർ? ആ റെഡി. മാമ, എനിക്ക് ഈ വേഷം തന്നെ മതിയോ? ഇതൊക്കെ തന്നെ കൂടുതലാണ്. അതായത് സ്റ്റാർട്ട് ആക്ഷൻ സാർ, കട്ട്. എന്താ സാർ? ഓക്കെ അല്ലേ? ഈ സീൻ ഓക്കെ അല്ലേ? അതിന് നമ്മൾ ടേക്ക് എടുത്തില്ല സാർ. പിന്നെ ആവുമ്പോ പറയടേ. നിന്നെ കൊണ്ടാക്ക എന്തിനു കൊള്ളാം. സാർ ഞാൻ വരണ്ടേ? വേണ്ടേ? സാർ സാർ എന്തുവേടേ ഇതൊക്കെ വഴി കൊണ്ടുവയ്ക്കുന്നത്? ഷൂട്ടിങ്ങിന് ആവശ്യമുള്ളതാ സാർ. ഷൂട്ടിങ്ങിന് ആവശ്യമുള്ള നടു വഴിയാണോ കൊണ്ടുവയ്ക്കുന്നത്? സാർ ക്യാമറമാൻ റോളിംഗ് പറയും. പറഞ്ഞോട്ടെ, അവർക്ക് എന്തും പറയാമല്ലോ. സാർ അല്പം കഴിഞ്ഞ് സ്റ്റാർട്ട് പറയണം. നീ എന്തേടേ എന്നെ പഠിപ്പിക്കാൻ വരണ? ആർട്ടിസ്റ്റ് എല്ലാം റെഡിയല്ലേ അവിടെ? ഓൾ ലൈറ്റ്സ് അപ്പൊ എല്ലാരും മൊത്തത്തിൽ റെഡിയാണല്ലേ? റെഡിയാണ് സാർ. എല്ലാരും എണീക്കണ്ടേ? എന്തരേ ഇത്? എന്തര് ഒരു ഡയറക്ടറിന് ഞാൻ ഒരു വിലയില്ലേ? ഈ തൊപ്പിയിലൊക്കെ എഴുതി വെച്ചിട്ട് ഈ വേഷം കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇതേ എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയാണ്. എല്ലാവരും നല്ല ജഗാന്ന് അഭിനയിച്ചോണം. അവസാനം അയ്യോ തെറ്റിപ്പോയി ഒരിക്കൽ കൂടി എടുക്കണം എന്നൊക്കെ പറഞ്ഞാലേ എനിക്ക് എന്റെ കുണം മാറും. ഇടിച്ച കൂമ്പുകൾ പാട്ടും. മനസ്സിലായടാ? സാർ ഞാൻ കോസ്റ്റ്യൂമറാണ്. എന്ന് വെച്ചാ നീ മാത്രം ആകാശത്ത് പൊട്ടി വീണതാ? ആരായാലും ശരി എന്റെ അടുത്ത് വിളച്ചെടുത്താണ്ടല്ലോ അപ്പൊ അറിയും പ്രകാശ് കുമാർ ആരാണെന്ന്. ആ പറഞ്ഞേക്കാം. എന്താടേ ഇത്? കസേര. തേങ്ങ എടുത്തോട്ട് പോടാ. ഈ വെയിലത്ത് സംഭവങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോണത്. അല്ല ചേട്ടാ, ചേട്ടൻ ഇരിക്കുന്ന എ സി റൂം ഉണ്ട്. അതെ. അല്ല അപ്പൊ ഷൂട്ട് ചെയ്യുന്നതാരാ? അല്ല, ഇതാണ് ക്യാമറമാൻ അണ്ണാച്ചി, ഇറക്കുമതി ഫ്രം മധുര. ഷൂട്ട് ചെയ്യുന്നത് മുറിക്കുള്ളിൽ. ഇന്ന് ഔട്ട്ഡോർ എന്നല്ലേ പറഞ്ഞിരുന്നത്? അതുകൊണ്ടല്ലേ പറഞ്ഞ മുറിക്കകത്ത് ഷൂട്ട് ചെയ്യണമെന്ന്. അവിടെ ഉണ്ട് ഡോറുകൾ. അപ്പൊ സാറ് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായല്ലോ. കാര്യങ്ങൾ ജഗാന്ന് നടക്കണം. ഓക്കെ? ഇവിടെ കിട്ടിയേ വൃത്തിയിട്ട ക്യാമറ. അയ്യോ, വൃത്തിയുള്ളവന് കഴിവില്ല, കഴിവുള്ളവന് വൃത്തിയുമില്ല. ഓ മൈ ഗോഡ്, എന്താ ടെമ്പറേച്ചർ? ഇവിടെ എ സി ഇല്ലേ? ഉണ്ട്, ഇപ്പൊ കൊണ്ടുവരും. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഞാൻ സീനൊന്ന് വായിക്കാം. ഓക്കെ, വാട്ട് ഈസ് യുവർ നെയിം? അല്ല ഞാനിത് വായിക്കാം. അല്ലടോ, ഇയാളുടെ പേര് പറയൂ. എൻ്റെ പേര് ദേവ്. ഓ ദേവ്. ആ ഞാൻ ആദ്യമേ ഈ സീക്വൻസ് ഒന്ന് പറഞ്ഞുതരാം. ആ പറഞ്ഞോളൂ. നായകൻ മരത്തിൽ തൂണും ചാരി നിൽക്കുകയാണ്. മരത്തിൽ തൂണ് ചാരി നിൽക്കോ? അതെ, മരവും തൂണാണല്ലോ, അതുകൊണ്ടല്ലേ തൂണൊക്കെ ഉണ്ടാക്കുന്നത്. ആ വായിക്കൂ. അപ്പോൾ നായിക പറയുന്നു, ഹൃദയത്തിൽ 5-6 അറകളാണുള്ളത്. 5-6 അറകളോ? 4 നായകൻ പറഞ്ഞു 5-6 വേണമെന്ന്, അതുകൊണ്ട് 5 ആക്കി. ഇനി മാഡത്തിന് വേണമെങ്കിൽ കൂട്ടാം. വേണമെങ്കിൽ ഒരു 4 കൂടെ കൂട്ടിക്കോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു 10-20 കൂടെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഹൃദയത്തിൽ 10-20 അറകളാണ് ഉള്ളത്. അതിൽ ഓരോ അറയിലും എന്റെ മനുവേട്ടാ. അപ്പോ എത്ര മനുവേട്ടനുണ്ട്? മനുവേട്ട ഉണ്ട്. ഓരോ അറയിലും ഓരോ മനുവേട്ടൻ വെച്ച് 20 മനുവേട്ടൻ. ആരാ ഈ മനുവേട്ടൻ? അത് നമ്മുടെ ഹീറോ, നായകന്റെ പേരാണ്. വായിക്കൂ. നമുക്ക് 2 ആൾക്കും കൂടി ഒരു യുഗ്മഗാനം ഒറ്റയ്ക്ക് പാടി ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടാം. എങ്ങോട്ട്? മലേഷ്യ എന്നാണ് നായകൻ പറഞ്ഞത്. മാഡത്തിന് വേണമെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ആക്കാം. കാലിഫോർണിയ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ആ ഇപ്പോഴാ ടൈറ്റിൽ കറക്റ്റ് ആയത്. ബൈ ദ ബൈ, എന്താ ടൈറ്റിൽ? പിച്ചക്കാരൻ. ഓ നൈസ് നെയിം. എന്താ ഇത്? ഇളനീര്. ഇളനീര്? ചേട്ടാ, ദാ ഡിവൈഎസ്പി വരുന്നുണ്ടേ. എന്റെ ദൈവമേ. ചേട്ടൻ പതറരുത്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഡയറക്ടർക്ക് എന്തും ചെയ്യാം, എന്തും പറയാം. ഹായ് പ്രകാശ്. സാർ എവിടെ പോയി കിടക്കണേ? സാർ ഞാൻ ആ നായിക ഒന്ന് റെഡിയാക്കായിരുന്നു. നായിക നീ എന്തോന്ന് റെഡിയാക്കാൻ? അതൊക്കെ പോട്ടെ, പിച്ചക്കാരന്റെ റോൾ അഭിനയിക്കുന്ന സാർ അത് DSP സാറല്ലേ? DYSP അങ്ങ് സ്റ്റേഷനിൽ അയാൾ വന്നിട്ടുണ്ടാ? ആ വന്നു സാർ. ആ എന്നാ പോയി പിച്ചക്കാരന്റെ മേക്കപ്പ് ഇട്ട് വരാൻ പറ. സമയങ്ങൾ പോണു. സാർ വാ മേക്കപ്പ് ഇടാം. അപ്പൊ ഞാൻ പോയി മേക്കപ്പ് ഇട്ട് വരാം. ആരുടെ അവിടെ പറഞ്ഞാ കേക്കില്ലേ? ഒന്ന് ഫീൽഡിൽ നിന്ന് മാറിയില്ലേ?
എങ്ങനെയുണ്ടടി സുമി എന്റെ ആക്ടിങ്? അയ്യോ ചേട്ടാ സൂപ്പർ കളിക്കില്ലേ? നീ നോക്കിക്കോ, അയാളെ കൊണ്ട് UAE എന്ന് എഴുതിക്കും. ஷோ ஏய் என்ன இது இது சின்ன கேமரா என்னடா இது கேமറയുടെ മുന്നിൽ നിന്ന് கொஞ்சம் മാറിയില്ലേ? എടി സുമേ, എന്നെ ആരോ ചീത്ത വിളിച്ചെന്ന് തോന്നുന്നു. അയ്യോ അത് ചേട്ടനല്ല, വേറെ ആരോടോ സംസാരിക്കുക. ആണോ? എനിക്ക് തോന്നി എന്നെ വിളിച്ചു. പാണ്ടി ഞാൻ ചവിട്ടി കൂട്ടി. എന്റെ സാറേ, ആ ക്യാമറമേ ആകെ കലിച്ച് നിൽക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടാ സാർ എന്നാ സാർ ഇതെല്ലാം? വേണ്ട ഏതല്ലാട് എന്തോ നീ ആ പാണ്ടിയെ പറഞ്ഞു വിട്. യൂണിഫോമിലായിരുന്നു ഇടിച്ച് നിരത്തിയെന്നെ ഇപ്പൊ. ഇവിടെ ഇരുന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന്. ஐயோ என்ன சார் இது? தலைவலி 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 சார். இந்த கேமரால எப்படி சார் ஒர்க் பண்ண முடியும்? கேமரா அவுட் ஆஃப் ஃபோக்கஸ் ஆனாலும் பரவாயில்லை. എന്തരടേ പറയണത്? ஆனா ക്രെയിൻ ഇല്ലാമ എന്നാല ഷൂട്ട് பண்ண முடியாது. ട്രെയിനാ? എടി സുമ, എന്താ ഇയാളെ പറയുന്നത്? നമ്മൾ ട്രെയിൻ എവിടെ പോകും? എനിക്കറിഞ്ഞൂടാ. ട്രെയിൻ അല്ല സാർ, പിന്നെ ക്രെയിൻ ക്രെയിൻ ക്രെയിൻ. ട്രെയിനോ? ആരെ പൊക്കാനാണിത്? சார் இங்க பாருங்க சார், இந்த ஜெமினி ஜப்பார் கேரளாவிலே நம்பர் 1 கேமராமேன். எனக்கு ക്രെയിനിൽ ഉட்கார்ந்து தான் വർക്ക് ചെയ്യണം. ശീലമായി പോയി സാർ. അണ്ണാച്ചി എങ്ങനെയെങ്കിലും ഇതൊന്ന് ചെയ്. ഉക്രൈനൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാം. ആദ്യം പരിപാടി നടക്കട്ടെ. அது சரியாவாது. எனக்கு கண்டிப்பா கிரைன் கிடைக்கணும். நான் வந்து சவுத் இந்தியால நம்பர் 1 கேமராமேன். நீங்க ஒரு நியூ ஃபேஸ் டைரக்டர். அதனாலே நான் உங்களுக்கால மேல நிக்கணும். அதுக்கு தான் கிரைன். புரிஞ்சுதா? என்னடா உனக்கு மேலே ஏறித்தான் படம் பிடிக்கணுமா? என் தோல்ல ஏறி உட்கார்றா. வாடகை. ஐயோ ஐயோ சார், விடுங்க சார், விடுங்க சார். நான் சொல்லட்டும். என்ன சொல்லி தொலைங்கடா. நீங்க அண்ணாச்சி, நீங்க சொன்னதுனாலே ஒரு കോംപ്രമൈസ്ക്ക് ഞാൻ തയ്യാർ. ക്രെയിൻ ഇല്ലാമേ ഫസ്റ്റ് ഷോട്ട് എടുக்கலாம். ஆனால் അണ്ണാച്ചി നിങ്ങൾക്ക് ഇനി ക്രെയിൻ പോലെ ആനയെ കൂടെ വേണോ? അതല്ല തമ്പി. എന്താ തമ്പി? ഉച്ച കഴിഞ്ഞെങ്കിലും ക്രെയിൻ കിട്ടിയാ മതി. അതെല്ലാം കിടക്കും. നിങ്ങൾ ആദ്യം ക്യാമറയെ പിടിച്ച് വേറെ സ്ഥലത്ത് വയ്ക്കേ. ക്യാമറ എവിടെ വെക്കണം സാർ? ക്യാമറ നിങ്ങൾക്ക് സൗകര്യമുള്ളത് വെക്കുക, പക്ഷെ നടുവഴി കൊണ്ടുവയ്ക്കരുത്, ആരെങ്കിലും തട്ടി വീഴും. സാർ, അതല്ല ആദ്യം നമ്മൾ ഏത് സീനാ പ്ലാൻ ചെയ്യുന്നത്? എല്ലാ സീനും നമ്മൾ ആദ്യം തൊട്ട് തന്നെ ചെയ്യണം. വരും അയ്യോ, പറഞ്ഞു തരാം. കർമ്മം കർമ്മം. മണിയ, അതാണോ നീ പറഞ്ഞ ഇടിവിട്ട് നായിക? പിന്നെ കഴിഞ്ഞ ഇടവപ്പാതിൽ അവളെ മോത്തല്ലേ ഇടിവെട്ടിയത്? അതല്ലേ അത്ര ഗ്ലാമർ. ക്യാമറ എണ്ണാച്ചി ഇവനൊന്നും പോരാ, നമ്മുടെ സ്പീഡിനൊത്ത് വരണില്ല. ആദ്യം ആ പയ്യനും പെണ്ണും കൂടെ നടന്നു വരണ ഒരു രംഗം. ഏതാങ്കിൾ സാർ? അങ്കിളല്ലെന്ന്, അതുകൊണ്ട് ആ പയ്യൻ അവൻ പോയാ അതുകൊണ്ട് പഞ്ചാര അടിച്ചോണ്ടിരിക്കുന്നു. ക്യാമറ ആംഗിൾ എപ്പടി വരണം സാർ? എങ്ങനെ വന്നാലും ശരി, സംഗതി നല്ല ക്ലിയർ ആയിരിക്കണം, മണി പണി പോലെ ഇരിക്കണം. സന്ധ്യയ്ക്ക് മുമ്പ് നമുക്ക് തീർക്കണം. വേഗം എടുക്കി. ഓക്കെ സാർ, ഓക്കെ. സാർ, இந்த ഫ്രെയിം എപ്പടി ഉണ്ടെന്ന് പാറ്. നോക്ക് സാർ. ഇതെങ്ങനെ വന്നാലും 100-150 വരും. പന്ന ഫ്രെയിം നല്ലത് വാങ്ങിച്ചു വെക്കണ്ടേ? അല്ല സാർ, இந்த ഫ്രെയിം. ഇതൊക്കെ എനിക്കറിയാം. പിന്നെ ഇതൊന്നും കാണാൻ വയ്യില്ല, പുകച്ചില് മാത്രം. അതൊക്കെ മതി. പിന്നെ ഒരു കാര്യം, എനിക്ക് സന്ധ്യയ്ക്ക് മുമ്പ് തീർക്കണം. എടേ ആർട്ടിസ്റ്റ് റെഡിയല്ലേ? അത് പിന്നെ ചോദിച്ചു കേട്ടില്ലേ? എല്ലാരും റെഡിയല്ലേ എന്ന് നോക്കിക്ക. സ്ക്രിപ്റ്റിംഗ് താടേ, ഞാൻ ഒന്ന് വായിച്ചു പഠിക്കട്ടെ. അയ്യേ, വൃത്തിയായിട്ട് എഴുതി വെച്ചിരുന്നത് ആരുടെ വെട്ടിയത്? അതും എന്നോട് ചോദിക്കാതെ. സാറോ ഷോട്ട് ഡിവൈഡ് ചെയ്തതാണ്. എന്തായാലും കൊള്ളാം, നീ കൈ വെച്ചു. ആവശ്യമുള്ളപ്പോൾ ചോദിക്കാം. പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ഇങ്ങോടെ. എൻ്റെ പോയി കസേര എടുത്തോട്ട് പെട്ടെന്ന് പോ. ഡിപ്പാർട്ട്മെന്റിൽ ഇയാൾ എന്നെക്കാൾ കൂടിയവനായിരിക്കും, പക്ഷെ ഇവിടെ ഡയറക്ടറാണ് താരം. എൻ്റെ മുന്നിൽ വന്ന് കുറച്ചു നേരം നിൽക്കട്ടെ, വൃത്തിയേട്ട തെണ്ടി. ട്രാൻസ്ഫർ ആക്കും പോലും ഇവ എന്നെ ഒലത്തും. ഇപ്പം കാണിച്ചു കൊടുക്കാം ഡയറക്ഷൻ്റെ ജാടകൾ. ആഹാ, ഇങ്ങനെ കറങ്ങി നടക്കാതെ ആ സ്ക്രിപ്റ്റ് എടുത്ത് 4 അക്ഷരം പഠിക്ക്. അതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. എന്നാ ഓക്കെ. ക്യാമറയുടെ ഒന്ന് ബപ്പ അടിച്ചാണ്ടല്ലോ എനിക്ക് എൻ്റെ കുണം മാറും.
ഡയറക്ടർ സ്ഥാനത്ത് ഞാൻ ചിലപ്പോൾ അസഭ്യം വിളിച്ച് പറഞ്ഞെന്നിരിക്കും. കേട്ടിട്ട് വേറെ വിരോധമൊന്നും എൻ്റെ അടുത്ത് തോന്നരുത്. മിസ്റ്റർ പ്രകാശ് കുമാർ, നിങ്ങൾ എന്നെ അടിച്ചോളൂ. ഇനി തെറി പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും. എനിക്കൊരു വേഷം തന്നല്ലേ നിങ്ങൾ. നിങ്ങളായതുകൊണ്ടാണ് നല്ല സെറ്റപ്പ് പിച്ചക്കാരൻ്റെ വേഷം തന്നെ തന്നത്. അങ്ങോട്ട് മാറിക്ക്, സമയമാകുമ്പോൾ വിളിക്കാം. സാർ അപ്പോ- ആർട്ടിസ്റ്റും റെഡിയാണ്, പിന്നെ- ഷോട്ടും റെഡിയാണ്. ആ, ശരി. എന്നാലേ ആ മേക്കപ്പ് മാനെ വിളിച്ച് എന്നെയും കൂടെ ഒന്ന് ഒരുക്കാൻ പറ കേട്ടോ. വിളിക്കാം സാർ. ശരി. എന്നെ സാർ എഴുതി സാർ എഴുതി. പ്രകാശേട്ടാ ഒന്നും പറ്റിയില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല. പ്രകാശേട്ടാ നല്ല മൂഡിൽ വേണം സംവിധാനം ചെയ്യാൻ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അയ്യോ ഉള്ള മൂടൊക്കെ പോയി. കൊന്നുകളഞ്ഞാലും ഞാൻ മറക്കൂല. വാ. ചേട്ടാ ഞാനിനി എന്ത് ചെയ്യും? കട്ട് കട്ട് കട്ട്. യാർ എന്ത് ഉള്ള വിട്ടെ. ഹലോ, അതെ. ആ, ഈ മാസം 12, 13, 14 ഞാൻ ഫ്രീയാ. അയ്യോ, പിന്നെ 15 മുതലേ ഉള്ളൂ ഫ്രീ. ആ, നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോളൂ. ദേ പിന്നെ എപ്പോ എന്നെ വിളിച്ചാലും എൻഗേജ്ഡ് ആയിരിക്കും കേട്ടോ. ആ, ഓക്കെ ഓക്കെ. എന്തൊരു ചൂടാ. ലൊക്കേഷനിൽ AC മസ്റ്റാ കേട്ടോ. ചേച്ചി എന്റെ റോൾ എപ്പോ വരും? കുട്ടിയുടെ റോൾ ഓർഡർ വരും. ആരാ ഇത്? ചാൻസ് ചോദിച്ചു വന്നതാ. ഓ, എന്തെങ്കിലും ഒരു വേഷം കൊടുത്ത് വിടണം. അത് ശരി. പാവാ. ഇങ്ങോട്ട് മാറുവാണേ, ഇങ്ങോട്ട് മാറിയില്ലേ? അങ്ങോട്ട് മതിലേട്ടി കണക്ക് നിൽക്കാതെ ദാ കുടിക്ക്. മൊസാമ്പി അല്ലേ? മച്ചമ്പിയാ? യാത് മച്ചമ്പി? മച്ചമ്പി അല്ല, മൊസാമ്പി ജ്യൂസ് അല്ലേ? ഉണ്ടല്ലോ, മൂസമ്പിയോ മൾബറിയോ മത്തങ്ങയോ ഏത് വേണമെന്ന് പറഞ്ഞാ മതി. മൾബറി മതി. ഇടിക്ക് അത് ഞാൻ കുടിച്ചിട്ടില്ല. അത് ശരി, അത് ഞാൻ കൊണ്ടുവരാം. Yeah. അപ്പൊ ആദ്യം ആക്ട് നടക്കട്ടെ, ഭാവങ്ങൾ അങ്ങോട്ട് വാരി വിതറിയട്ടെ. പഴകഞ്ഞി കുടിച്ചോണ്ട് നടന്നോളാം, അവക്ക് മൂസമ്പിയെ പോവും. അപ്പൊ തുടങ്ങാം. പോയി ജ്യൂസ് എടുത്തു. ഓക്കെ, റെഡി? ഓക്കെ ഓക്കെ റെഡി റെഡി. റെഡി.